നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പ്രീമിയർ ലീഗ് ക്ലബ്ബായ ടോട്ടൻഹാം ഹോട്ട്സ്പർ വിട്ടിട്ട് MLS ക്ലബ്ബായ LAFCയിലേക്ക് ചേക്കേറിയിരിക്കുകയാണല്ലോ സൗത്ത് കൊറിയൻ സൂപ്പർ താരം ഹ്യൂമിൻ സൺ. ഹ്യൂമിൻ സണ് ഇപ്പോൾ പറയുന്നു, ഈ ഒരു നീക്കത്തിന് പുറകിൽ മെസ്സി എവിടെയുണ്ട് എന്നുള്ളതും ഒരു കാരണമാണ്. മെസ്സിക്കൊപ്പം ഒരേ ഗ്രൗണ്ട് ഷെയർ ചെയ്യാൻ പറ്റുമല്ലോ, എതിരാളിയായിട്ടാണെങ്കിലും അത് വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും. മെസ്സി ഫുട്ബോൾ കളിക്കുന്നത് കാണാൻ കഴിഞ്ഞ ഈ തലമുറ ഭാഗ്യവാന്മാരാണ് എന്നുകൂടി ഹ്യൂമിൻ സൺ പറയുന്നു. ESPN അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും നമ്മളൊക്കെ വളരെ ലക്കിയാണ്. മെസ്സി ഫുട്ബോൾ കളിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നു. ഈ ജനറേഷൻ അദ്ദേഹം ഗോൾ അടിക്കുന്ന ഒരുപാട് കണ്ടല്ലോ, നമ്മളൊക്കെ ലക്കിയാണ്. മെസ്സി തീർച്ചയായിട്ടും പേഴ്സണലി എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അച്ചീവ് ചെയ്ത കാര്യങ്ങളും മറ്റുമൊക്കെ കാണുമ്പോൾ, അത് ക്ലബിനൊപ്പവും ദേശീയ ടീമിനോടൊപ്പവും അദ്ദേഹം നേടിയിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ തീർച്ചയായിട്ടും എന്നെ പേഴ്സണലി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ പ്രസൻസ്, അതായത് MLS പ്രസൻസ്, അതാണ് എൻ്റെ പേഴ്സ്പെക്റ്റീവ് മാറ്റിമറിച്ചത്. തീർച്ചയായിട്ടും ഞാൻ വളരെ ലക്കിയാണ്. അദ്ദേഹത്തോടൊപ്പം ഒരു ഗ്രൗണ്ട് ഷെയർ ചെയ്യാൻ പറ്റുമല്ലോ, പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ഒരു ഗ്രൗണ്ട് ഷെയർ ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളതിൽ ഞാൻ വളരെ ലക്കിയാണ് എന്നുകൂടി ഇതാ ഹ്യൂമിൻ സൺ പറയുന്നു. ചുരുക്കത്തിൽ MLS സൂപ്പർ താരങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മുള്ളറെത്തി, റോദ്രിഗോ ഡിബോൾ എത്തി, ഹ്യൂമിൻ സൺ എത്തി. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴാണ് ഹ്യൂമിൻ സൺ പറഞ്ഞ മെസ്സി എവിടെയുണ്ട് എന്നുള്ളത് അങ്ങോട്ടേക്ക് പോകാൻ പ്രചോദനമായിട്ടുണ്ട് എന്ന്. യെസ്, മെസ്സിയുടെ സാന്നിധ്യം MLS സൂപ്പർ താരങ്ങൾ ആകർഷിക്കാൻ ഡിബോൾ പറഞ്ഞതും അത് തന്നെയാണ്. മെസ്സിക്കൊപ്പം കൂടുതൽ കളിക്കണം, അദ്ദേഹത്തെ കിരീടം ചൂടുന്നതിൽ സഹായിക്കണം എന്നൊക്കെ. സോ മെസ്സി MLS മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോകുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സ് വീണ്ടും എത്താം.